ചെറുപ്പുളശ്ശേരി ജനകീയ ഫുട്ബോൾ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മക്ക മുൻസിഫിക്കർ ചെറുപ്പുളശ്ശേരി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ രാത്രി 8 മണിയോടുകൂടി NSN's ഗോൾഡൻ ഡയമണ്ട് ചെറുപ്പുളശ്ശേരി ഹൈസ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ തിരി തെളിക്കുന്നു. മലബാർ മാനവലിന്റെ കർത്താവ് വില്യം ലോകിന്റെ പേനത്തുമ്പിൽ മത്സ്യത്തുള്ളിയിൽ പിറന്നു വീണ വെളിവില്ലാത്ത വെള്ളക്കാരന്റെ കപ്പം മുടക്കിക്കൊണ്ട് കന്നഡ ദേശം മൈസൂരിൽ നിന്നും തീതുപ്പുന്ന ബീരങ്കിയും പടത്തോക്കുകളുമായി മലയാള മണ്ണിലേക്ക് പടയോട്ടം നടത്തിയ ഹൈദരലിയുടെ വീരപുത്രൻ ടിപ്പു സുൽത്താനും സാമൂതിരിയും നടന്നു നീങ്ങിയ ചരിത്രം പറഞ്ഞുകൊണ്ടിൽ വടക്കൻ പാട്ടിൽ പാടിക്കേട്ട വടക്കച്ചമുറക്കി അംഗചേകവന്മാരെ പോലെ വീരും വാശിയും കൈമുതലാക്കിക്കൊണ്ട് കേരളക്കരയിലെ 22 വമ്പൻ ടീമുകൾ അണിനിരക്കുന്ന മത്സര പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നു. കേരളക്കര കാത്തിരുന്ന മത്സരഭൂമി ഇനി മലയാളക്കരയിലെ സെവൻസ് ഫുട്ബോൾ പ്രേമികളുടെ കണ്ണും കാതുമെല്ലാം ചെറുപ്പുളശ്ശേരിയിലേക്ക്. കേരളക്കരയിലെ തന്നാദ്യ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ചെറുപ്പുളശ്ശേരിയിൽ നടക്കാൻ പോകുന്ന പൂരപ്പറമ്പിലേക്ക് തിടമ്പേറ്റാൻ കേരളത്തിലെ 22 തലയെടുപ്പുള്ള കൊമ്പന്മാർ നാളെ മുതൽ കടന്നു വരുന്നുണ്ട്. കളിയും കളിക്കളവും പിടിച്ചെടുക്കാൻ കാൽപന്തിൽ കവിത വിരിയിക്കുന്ന 200 താരങ്ങൾ. ചെറുപ്പുളശ്ശേരിയിലെ കിരീടവും ചെങ്കോലും പിടിച്ചെടുക്കാൻ ആവനാടിയിൽ അവസാന തടവും പിടിച്ചെത്തുന്ന 22 മാനേജർമാർ. ജയപരാജയങ്ങളും തീപ്പാറും ഷോട്ടുകളും കളക്കൻ ക്രോസുകളും മുടിവെട്ടും പാസുകളും ഇട്ടുമിന്നൽ ഗോളുകളും സ്വപ്ന സമാനമായ ഹെഡറുകളും കൺപോളകൾ പോലും അടച്ചു തുറക്കാൻ കഴിയാത്ത മത്സരങ്ങൾ. ആരവങ്ങളുമായ ആവേശം മലതെല്ലും കയ്യടികൾ മുടക്കാൻ ആയിരക്കണക്കിന് കായിക പ്രേമികൾ. ഇരുമ്പ് കമ്പുകൾ മുറക്കി ഇരിപ്പിടങ്ങൾ ഇരട്ടി 8 നിലയിൽ കെട്ടിപ്പറ്റിയ ഗാലറി. ചമ്മണ്ണിന്റെ മണമുള്ള ഒരൊറ്റ സ്റ്റേഡിയം, ഒരൊറ്റ വിജയി. ഇനി ഒരു മാസക്കാലം ആ കനക കിരീടം പിടിക്കാനുള്ള പോരാട്ടത്തിലേക്ക് നാളെ മുതൽ ചെറുപ്പുളശ്ശേരി അണിഞ്ഞൊരുങ്ങുന്നു. കാത്തിരിക്കാൻ ആരാർക്ക് മുന്നിൽ വീടുമുണ്ട്. വള്ളവനാടിന്റെ വീരാളി പട്ടം ചുറ്റിയ കുരുക്ഷേത്ര മണ്ണിൽ ഇനിയാണ് പോരാട്ടം തുടങ്ങുന്നത്. കഥയല്ല, കനവല്ല, കളിയല്ല, യുദ്ധം, പോട്ടി, പോരാട്ടം.